പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണെന്ന വാദത്തിൽ ഉറച്ച സിദ്ധാർത്ഥിന്റെ കുടുംബം. കേസിൽ പങ്കാളികളായ പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. സിദ്ധാർത്ഥിന്റെ ഉറ്റ സുഹൃത്തും സഹപാഠിയുമായ അക്ഷയെ ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അക്ഷയ് കൊലപാതകികൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചത് അക്ഷയാണെന്ന് സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു പറഞ്ഞു. അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകാനെത്തിയതായിരുന്നു അദ്ദേഹം. അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് മുൻപാകെ മൊഴി നൽകാനാണ് സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബുവും മറ്റു കുടുംബാംഗങ്ങളും കൽപ്പറ്റയിലെത്തിയത്. കൊലപാതകത്തിന് കൂട്ടുനിന്ന പലരെയും ഇനിയും പിടികൂടാനുണ്ട്. അക്ഷയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ നടപടിയുണ്ടായിട്ടില്ല. കോളേജ് ഡീനിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. ചിലർ കണ്ട ആളുകളും പറഞ്ഞു നല്ല ഹൈറ്റിലാണെന്ന്. അത്തരത്തിലൊരു സ്ഥലത്ത് കയറി ഈ കുട്ടിക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഡീനിനെ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യം തീർച്ചയായിട്ടും ഡീനാണ് ആദ്യം മുതലേ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചതും തെളിവുകൾ നശിപ്പിച്ചതും. കുട്ടികളെടുത്ത് ആരെടുത്തും പറയരുതേ, പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി തലത്തിൽ നിങ്ങൾക്ക് നടപടികൾ ഉണ്ടാകുമെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനായ കാന്തനാഥനും അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ ഇതുവരെയും ഒന്നും പുറത്തു വരാറ്. കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട ഉടനെ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ പ്രഷർ ഉണ്ടാകുന്നു എന്ന തോന്നൽ വരുമ്പോൾ